ഹലോ, നമ്മളിപ്പോൾ പട്ടായയിൽ തന്നെ കേട്ടോ. നമ്മുടെ തായ്ലൻഡ് ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ബസ്സിൽ കയറിയിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടോ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ്. ഇവിടെ കണ്ടോ, നല്ല ഭംഗിയില്ലേ? മുകളിൽ ഒരു മല പോലെ ഉണ്ട് ചെറുതായിട്ട്. അവിടെ വലിയൊരു പട്ടായ സിറ്റി എന്ന് പറയുന്നൊരു സൈൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതിൽ കുറേ പേര് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ ബീച്ച് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ബോട്ട് എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. തായ്ലൻഡ് ടൂറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടായിട്ടുള്ള കോറൽ ഐലൻഡ് വിസിറ്റാണ് കേട്ടോ. ഒരു ഐലൻഡിലേക്ക് പോവാണ്. ഏകദേശം 1 മണിക്കൂറോളം സമയം എടുത്തിട്ട് സ്പീഡ് ബോട്ടിലാണ് നമ്മൾ അവിടെ എത്തുക. നമ്മൾ വന്ന് ഇറങ്ങിയത് ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയയിലാണ്. ആയിഷ, ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്താ? നമ്മൾ കോറൽ ഐലൻഡ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ബലഹി എന്ന് പറഞ്ഞിട്ട് ഇവര് ഐലൻഡിലാണുള്ളത്. ഇവിടെ ബലഹി ഇത് ഐലൻഡ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ സ്ഥലത്തിന്റെ പേര് ബലേഹി എന്നാണ്. ഇവിടെ നമുക്ക് ബോട്ട് വരും, സ്പീഡ് ബോട്ടാണ്. കോറൽ ഐലൻഡ് എത്തുന്നതിന് മുന്നേ നമുക്ക് 2 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ആദ്യത്തെ സ്റ്റോപ്പിൽ നമുക്ക് പാരാസൈലിംഗ് ആണ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റോപ്പിൽ നമുക്ക് അണ്ടർ സീ വാക്ക് ആണ് വരുന്നത്. കൂബ പോലെ തന്നെ വേറൊരു ആക്ടിവിറ്റി. അത് രണ്ടും എല്ലാവരും ഒരുവിധം ചെയ്യാറുണ്ട്. നല്ല ഹാപ്പിയാണ്. പാരാസൈലിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇത് കണ്ടോ, ഒരുപാട് വിശാലമായിട്ടുള്ള ഏരിയ പാർക്കിങ്ങിനാണ് കേട്ടോ. അതായത് ഈ വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകുന്നത് മിക്കവാറും ഇവിടുത്തെ ആൾക്കാർ നമ്മളിപ്പോൾ പറഞ്ഞ കോറൽ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. അവരിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. ഉണ്ടാവോ? ആഹാ, ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറാൻ പോകുന്നത് കേട്ടോ. ഇന്നലത്തെ കണ്ടീഷൻ അല്ല കേട്ടോ. ഇന്ന് നല്ല വെയിലാണ്, നല്ല ചൂടുമാണ്. ഈ നല്ല ചൂടത്ത് ഇങ്ങനെ ഐലൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബീച്ചിലെ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇവിടെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ കുറേ ആളുകൾ ഈ ചെരുപ്പില്ലേ, ചപ്പൽ, അത് വിൽക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് ഐലൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ ഗസ്റ്റിനോടും ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഷൂ ഒക്കെ ഒഴിവാക്കിയിട്ട് ചപ്പലൊക്കെ ഇടുന്നതാണ് നല്ലതെന്നാണ്. ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരും. ബോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിലേക്കായിരിക്കും ഇറങ്ങുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഇവിടെ ഒരു റെഡ് റിബൺ കെട്ടി തരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഒരു സംഭവം എഴുതുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്പീഡ് ബോട്ടിലേക്കുള്ള ടിക്കറ്റൊക്കെ ഇതാണ്. ആക്ച്വലി നമ്മളങ്ങനെ ഈ ജെട്ടിയിലേക്ക് ഇങ്ങനെ നടന്നു വന്നു. ഇവിടെ നിന്നാണ്, ഈ ഒരു ജെട്ടിയിൽ നിന്നാണ് നമ്മുടെ ബോട്ട് പുറപ്പെടുന്നത് കേട്ടോ. ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കമ്പനികൾ അങ്ങോട്ട് ടൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്ന കമ്പനിയുടെ, അതായത് നമ്മളെ ഈ ഐഷാൻ്റെ കമ്പനി ഏൽപ്പിച്ച ടീംസിൻ്റെ ഇന്നത്തെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കളറാണ് റെഡ് കേട്ടോ. അതായത് ഇത് ഇത്രയും ഭയങ്കര വലിയൊരു കുറേ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ മാക്സിമം സേഫ്റ്റി, ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ്. ഇപ്പോൾ നല്ല പ്രായമുള്ള ആൾക്കാരും സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും കഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവർ ഇൻ കേസ് അവർ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റിബണും ഈ ഒരു എഴുത്തും അവരുടെ കയ്യിലുള്ള കാലത്തോളം അവർ സേഫാണ്. കാരണം ഈ കമ്പനീൻ്റെ ആൾക്കാർ തന്നെ ഇത് നോക്കി കണ്ടുപിടിച്ചിട്ട് അവരെ തിരിച്ചിങ്ങോട്ട് എത്തിക്കോളും. അപ്പോൾ ഒറ്റപ്പെട്ട് പോകുമെന്നോ എവിടെയെങ്കിലും പോയി പെടുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ആളുകളുടെ സുരക്ഷിതത്വം മാക്സിമം ഉറപ്പാക്കിക്കൊണ്ടുള്ള ടൂറിസം ഡെവലപ്മെൻറ്റാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇതാ അവരവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ബോട്ടിൽ പുറപ്പെടും. കുറച്ച് നേരം ബോട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നു കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാവരും ജെട്ടിയിലേക്ക് ഇറങ്ങുകയാണ്. നോർമലി നമ്മളെ വെയിറ്റ് ചെയ്ത് ബോട്ട് ഇവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ അവിടെ എന്തോ ഒരു പോലീസ് ചെക്കിംഗ് ഉള്ളത് കൊണ്ട് ബോട്ട് വരാൻ ഇച്ചിരി വൈകി. ഈ ഫ്ലോട്ടിംഗ് ജെട്ടി കൊള്ളാട്ടോ. അത് അത്യാവശ്യം നല്ല നീളവും വീതി ഉള്ളതുകൊണ്ട്, നീളം ഒരുപാടില്ല പക്ഷെ നല്ല വീതി ഉള്ളതുകൊണ്ട് അത് നല്ല കംഫർട്ട് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എവിടെയും നിൽക്കാൻ നല്ല സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ, 1, 2, 3, 4 എണ്ണമൊക്കെ ഉണ്ടാവും. 4 അല്ലെങ്കിൽ 5 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് വീണാൽ ചിലപ്പോൾ നമ്മൾ കടലിലേക്ക് വീഴുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നു, ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കയറാൻ സ്ഥലമില്ല. ബോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ബോട്ടിലത്തെ സ്റ്റാഫുകൾ എല്ലാവരോടും നടക്കരുത്, എണീറ്റ് നിൽക്കരുത്, പിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് പുറപ്പെട്ടതിന് ശേഷമായിട്ടാണ് മനസ്സിലായത്. അജാതി സ്പീഡിലാണ് പോണത്. പിടിക്കാതെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിലെത്തി. കോറൽ ഐലൻഡ് എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വേറൊരു ഐലൻഡ് ആയിരിക്കും എന്നാണ്. പക്ഷേ ഇതല്ല, അത് കടലിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. ഇവിടുന്നാണ് ഈ പാരാസൈലിംഗ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുന്നത് കേട്ടോ. ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മളെ ഗസ്റ്റുകളെല്ലാവരും ഇവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് 1ാം ക്ലാസ്സിലെ പോലെ ഇരുത്തിയിട്ട് എന്തോ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സാണ്. അതായത് നമ്മളത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ആ ഒരു വാക്കിൽ നമ്മൾ അത് ചെയ്തു പോകും.
പക്ഷേ അത് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇതൊക്കെ ഓരോ പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടത് തന്നെയാണ്. അതായത് പാരാസൈലിംഗ് ഉണ്ട്, പിന്നെ അണ്ടർ വാട്ടർ വാക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു 10-25 പേരുടെ ഗ്രൂപ്പാണെങ്കിൽ ആ 25 പേര് ഒരുമിച്ച് കടലിൻ്റെ അടിയിൽ കൂടി നടന്നു പോകുന്നൊരു പരിപാടിയാണ്. നമ്മുടെ സ്കൂബ ഡൈവിങ്ങിനേക്കാളൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് 4-5 പരിപാടികളുണ്ട്. എല്ലാം കൂടി ഇവിടുന്ന് ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റും കുറവുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യുന്നത് ഈ പാരാസൈലിംഗ് മാത്രമാണ്. ബാക്കിയൊക്കെ അങ്ങോട്ട് പോയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൂടെ വന്ന ഗസ്റ്റുകളിൽ കുറേ പേര് പാരാസൈലിംഗ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ പാരാസൈലിംഗ് സ്റ്റേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ജെട്ടി പോലെ. അവിടെ നിന്നിട്ട് നമ്മൾ ഹാർനസൊക്കെ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാരച്യൂട്ട് പോലത്തെ സംഭവത്തിൽ കണക്ട് ചെയ്തിട്ട് അതൊന്നും ജസ്റ്റ് അതിൻ്റെ സ്റ്റാഫ് പൊക്കി കൊടുക്കും. അപ്പോഴത്തേക്ക് കാറ്റ് പിടിക്കും, ബോട്ട് ആ സമയത്ത് വലിച്ചു കൊണ്ടുപോകും. നമ്മളങ്ങോട്ട് വായുവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉയരും. പിന്നെ ബോട്ട് നമ്മളങ്ങനെ വലിച്ചുകൊണ്ട് ഈ കടലിൽ കൂടി കുറച്ച് ദൂരം അങ്ങനെ ചുറ്റി തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഇറക്കി തരും. സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാരൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഏതായാലും പാരാസൈലിംഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. നമ്മൾ പല സ്ഥലത്തുനിന്നും ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു റിസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളതിൽ ഗോപ്രോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഐഫോൺ ഇങ്ങനെ കയ്യിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് താഴെ വീഴാതെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾ കാണുള്ളൂ കേട്ടോ. ഭയങ്കര ടൈറ്റ് ആക്കിയല്ലോ. ഇറ്റ്സ് വെരി ടൈറ്റ്, ഐ കാണ്ട് വാക്ക്. നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ബോട്ട് വലിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഓടണം, അത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ ഫോണ് പിടിച്ചിട്ട് എങ്ങനെയാണ് ഞാനിത് ശരിക്കും നമ്മൾ കൈ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ചില ആളുകൾ പേടിച്ചിരിക്കുന്ന ഇതിനകത്ത് കൈ മുറുക്കി പിടിച്ചോണ്ടിരിക്കും. നമ്മൾ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ 2 കൈയും ഫ്രീ ആക്കി വിട്ടാലാണ് നമുക്ക് ശരിക്കും ഇത് ഒരു പറക്കുന്ന രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളി. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കടലിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ, പിന്നെ പട്ടായ സിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ കിട്ടും. ഇത് ആ കാണുന്ന കേട്ടോ നമ്മുടെ ഈ പാരാസൈലിങ്ങിൻ്റെ സ്റ്റേഷൻ. അവിടുന്ന് തുടങ്ങിയ ശേഷം നമ്മളിങ്ങനെ ചുറ്റി വന്നു കേട്ടോ. ടേക്ക് ഓഫ് ചെയ്ത് അതേ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അവിടെ പോയിട്ട് നമ്മളെ ലാൻഡ് ചെയ്യിപ്പിക്കും. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡിങ് അടിപൊളിയായിരുന്നു കേട്ടോ. മൂരിക്കുട്ടിനെ പിടിച്ച് പോത്തും കുട്ടിനെ പിടിച്ച് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു. താങ്ക് യു. അങ്ങനെ പാരാസൈലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഒരു മാങ്ങ വാങ്ങി കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ കേട്ടോ. ഇവിടെ ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് കഴിക്കാൻ അത്യാവശ്യം എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളും കുടിക്കാനുള്ള സംഭവങ്ങളും ഇളനീരൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ ഈ ഒരു പാരാസൈലിംഗ് പരമാവധി ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. നമ്മുടെ ഗസ്റ്റുകളൊക്കെ ബോട്ടിലേക്ക് കയറി തുടങ്ങി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കേട്ടോ. നിങ്ങൾ ആ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകും. നിങ്ങളെ കൂടുതൽ പാട്ടുണ്ടാവും. നേരത്തെ പോലെ അല്ല കേട്ടോ. കുറച്ചധികം സമയം നല്ല സ്പീഡിൽ ബോട്ട് ഓടിയതിന് ശേഷം നമ്മൾ വേറൊരു സ്റ്റോപ്പിലെത്തി കേട്ടോ. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, പക്ഷേ ആ ഐലൻഡിലേക്കല്ല ആളുകൾ ഇറങ്ങുന്നത് കേട്ടോ. ഇവിടെ ഒരു കുറച്ച് വലിയൊരു ബോട്ട് നിൽക്കുന്നുണ്ട്. ഈ ബോട്ടിലേക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് 3-4 പേര് ഇറങ്ങിട്ടോ. അതായത് അണ്ടർ സീ വാക്ക് എന്ന് പറയുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് ബുക്ക് ചെയ്ത 3-4 പേര് ഇറങ്ങി. അവരുടെ കൂടെ നമ്മുടെ ഗൈഡ് വാട്ടും ഇറങ്ങിട്ടോ. ഈ ബോട്ടിൽ നിന്നാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കോറൽ ഐലൻഡിലേക്ക് പോകും. ഇവർ ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. കോറൽ ഐലൻഡിലെത്തി. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് നമ്മളൊരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബനാന റൈഡും ജെറ്റ്സ്കിയും ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. അതല്ലാത്ത ആൾക്കാർ, ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ഇവിടെ നല്ല കണ്ടോ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഇവിടുന്ന് ഇവർക്ക് സ്വിം ചെയ്യാം. പിന്നെ ബാക്കിൽ കുറച്ച് ഫുഡൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് 1 hour ബൈക്ക് റെന്റിന് കിട്ടും. ഇതിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് കാണാൻ പറ്റും.
എസ്പെഷ്യലി എന്താ പറയാ, ഇപ്പൊ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്, നല്ല ഫോട്ടോസ് കിട്ടും. അപ്പൊ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ ജെട്ടി ഇല്ല കേട്ടോ. നമ്മള് കുറച്ച് മോഹൻലാലിനോടും ശ്രീനിവാസനോടും പറഞ്ഞ മാതിരി ചാടി നീന്തിക്കോ എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് ഇച്ചിരി അങ്ങനെ നടന്നിട്ട് പോകണം. പിന്നെ നോക്കാം എല്ലാവരും, ഞാൻ നനഞ്ഞത്ര നനയാണ്ടോ, എത്ര നനയാണ്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബോട്ട് നിർത്തിയിട്ടേക്കുന്നത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായ പ്രത്യേകത, ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത കണ്ടോ, വെള്ളം പെട്ടെന്ന് നീല കളറായി. ഇത് കോറൽ ഐലൻഡാണ്. നമ്മൾ ലക്ഷദ്വീപ് പോയപ്പോൾ കണ്ടില്ലേ, അതുപോലത്തെ വെള്ളമാണ്. ഇത് ജെറ്റ് സ്കി, ഇങ്ങനെയുള്ള കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാം, നല്ല രസമായിരിക്കും. ഇവിടെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് വേറൊരു ഓർമ്മ വന്നത് നമ്മുടെ ഫിലിപ്പീൻസിലെ 100 ഐലൻഡ്സ് പോയതാണ് കേട്ടോ. 100 ഐലൻഡ്സിൽ പോയപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ ഐലൻഡ്സ് നമ്മൾ കാണുകയും ഐലൻഡ് ഹോപ്പിങ്ങിൽ നമ്മൾ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ വന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഒരു ക്ലാസ് എടുത്തു കേട്ടോ. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതായത് ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ, ഈ ഒരു റെഡ് റിബണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് എല്ലാ സംഗതിയും ഇവർ മാനേജ് ചെയ്യുന്നത് ഇതാട്ടോ. നമ്മൾ ഏത് ടീമിൻ്റെ കൂടെ വന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പരിപാടിയാണിത്. ഇവിടെ കുറേ ഈ ബീച്ചിലിടുന്ന ചെയറല്ലേ, അതുണ്ട്. ഈ ബീച്ച് അംബ്രല്ലയൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് വെയിൽ കൊള്ളാതെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യേക കളറിലുള്ള ചെയറിൻ്റെ സെക്ഷൻ കാണിച്ചു തന്നു. അവിടെ നമുക്ക് ഇരിക്കാം. നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിലോ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കാണിച്ചു തന്നു. അവിടെ പോയാൽ നമുക്ക് ഫ്രീ ആണ്. വേറെ ഷോപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്ക് ഇവിടെ ജ്യൂസും സ്നാക്സും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഇവിടെ തന്നെ അവർ സർവ് ചെയ്യും. അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. അത് പാക്കേജിൽ ഉൾപ്പെടുന്നതല്ല. ഇത്രയും ജനങ്ങൾ വരുന്ന ഈ ഒരു സ്ഥലത്ത്, ഇത്രയും തിരക്കുള്ള, ഇന്നിപ്പോൾ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്, പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്ന സ്ഥലത്ത് ഒരാൾക്ക് പോലും ഒരു കൺഫ്യൂഷൻ ആകുന്ന രീതിയിലൊരു പ്രശ്നമല്ല, ഒരാൾ പോലും മിസ്സാകുന്ന പ്രശ്നം, അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ടൂറിസം മാനേജ് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. ഇനി ജസ്റ്റ് നമുക്കൊന്ന് കറങ്ങി ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന് കാണാൻ പോവാം. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം ഇങ്ങോട്ട് അതിൻ്റെ പുറകിലേക്ക് വന്നു. പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ റോഡാണ്. നമ്മൾ ഇരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഇങ്ങനെ റോഡുണ്ട്. ഈ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് കടകളാട്ടോ. നമുക്ക് ജസ്റ്റ് ഇതുവഴി ഒന്നിങ്ങനെ നടന്ന് നോക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അകത്തേക്ക് ഒരു റോഡുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഈ റോഡിൽ ഈ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ പട്ടായയിലൊക്കെ നിറയെ ഇങ്ങനത്തെ, നമ്മുടെ നാട്ടിൽ ജീപ്പ് ഇങ്ങനെ ഓടാറില്ലേ, വിളിച്ച് ഇങ്ങനെ ഓടൂല്ലോ ഓരോ ഭാഗത്തേക്ക്, അതുപോലെ ഓടുന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ആൾക്കാർ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് നേരെ ഒരു മുകളിലേക്ക് ഒരു കയറ്റം കയറി പോകുന്ന പോലെ റോഡ് കാണുന്നുണ്ട്. അങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഐലൻഡിൽ തന്നെ പല ബീച്ചുകളുണ്ടല്ലോ, പല ഭാഗത്തും പല പല ബീച്ചുകളുണ്ടാവില്ലേ, പല പേരിൽ പല ബീച്ചുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. കണ്ടോ, ഓരോ ഭാഗത്തേക്കും പോകാൻ 40 ഭാഗത്ത്, 50 ഭാഗത്ത്, 20 ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ മാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ ആ മറ്റ് ബീച്ചുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കയറിയിരിക്കുന്നത്. വേറൊരു ഓപ്ഷനിൽ ഇവിടെ നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മോട്ടോർ ബൈക്ക്, ഇതാ ഈ വണ്ടികൾ റെൻറ്റിന് എടുക്കാം കേട്ടോ. വാടകയ്ക്ക് എടുക്കാം. വാടകയ്ക്ക് എടുക്കാൻ 200 ബാത്താണ് 1 മണിക്കൂറിന്. അപ്പോൾ നമുക്ക് ആ 200 ബാത്ത് കൊണ്ട് 2 പേർക്ക് വേണമെങ്കിൽ ആ ബൈക്കിൽ ഈ പറഞ്ഞ മറ്റുള്ള ബീച്ചുകളിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും. ഏകദേശം 1 മണിക്കൂറും കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ആ ഉള്ള സമയം കൊണ്ട് നമുക്ക് ഒന്നുകിൽ ബൈക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടിയിൽ പോയിട്ട് മറ്റുള്ള ബീച്ചുകളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാൻ പറ്റും. നമ്മളിവിടുന്ന് ചെറുതായിട്ട് ചില ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഇവിടെ ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഈ ടൈഗർ പ്രോൺസ് ഇല്ലേ, വലിയ ചെമ്മീനില്ലേ, ഇത് നമ്മുടെ ഈ ബ്രോസ്റ്റഡ് ചെമ്മീൻ എന്ന് പറയാൻ പറ്റും. ബ്രോസ്റ്റഡ് ചെയ്തതാണ് അത്. ഈ 3 എണ്ണത്തിൻ്റെ ഈ ഒരു സ്റ്റിക്കിന് നമുക്ക് വരുന്ന 30 ബാത്ത് മാത്രമേ കേട്ടോ. അതായത് അത് കമ്പാരിറ്റീവ്ലി എനിക്ക് റേറ്റ് കുറവായി തോന്നി. അതുപോലെ തന്നെ നമ്മൾ മാംഗോ സ്മൂത്തി, ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളൊക്കെ നല്ല ചീപ്പായിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിലോ അല്ലെങ്കിൽ അതേ റേറ്റിലോ നമുക്ക് ഇവിടെ, ഇത് ഇത്രയും അട്രാക്ഷനുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പോലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്മൂത്തിയൊക്കെ പട്ടായയിൽ 40ഉം ഇവിടെ 60ഉം ബാത്തിന് കിട്ടും. 40 ബാത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 100 രൂപയുള്ളൂ. 100 രൂപയ്ക്ക് നല്ല അടിപൊളി മാംഗോ സ്മൂത്തിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ചീപ്പല്ലേ. ഈ കോറൽ ഐലൻഡ് ശരിക്കും പട്ടായയിൽ നിന്നൊരു 7 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയിട്ട് ഗൾഫ് ഓഫ് തായ്ലൻഡ് കടലിലാട്ടോ നിൽക്കുന്നത്. ഫെറിയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന സ്പീഡ് ബോട്ടിലൊക്കെ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. 4 സ്ക്വയർ കിലോമീറ്ററാണ് ഈ ദ്വീപിൻ്റെ ആകെ ഏരിയ. ഏകദേശം 3000-ഓളം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അതായത് പണ്ട് മുതലേ ഇവിടെ ജീവിക്കുന്നത് ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. 1970കളിലും 80കളിലും ഒക്കെ പട്ടായയിൽ ടൂറിസം ഡെവലപ്പായപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെയും ഡെവലപ്പായതാണ്.
അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വീപിലെ നീല കളറിലെ വെള്ളം, അതുപോലെ തന്നെ ഈ വൈറ്റ് കളറിലെ സാൻഡും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ കേട്ടോ ഇവിടെ ടൂറിസം ഇങ്ങനെ ഡെവലപ്പായി വന്നത്. പിന്നെ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അതായത് വാട്ടർ സ്പോർട്സ് ഉണ്ട്, പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ ഈ ബീച്ച് എൻജോയ് ചെയ്യാം. അത് കൂടാതെ പിന്നെ കുറേ സീ ഫുഡ് സ്പെഷ്യലായിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ പാക്കേജിൽ വന്ന് നമുക്കിവിടെ താമസിക്കാൻ പറ്റില്ല. ഒറ്റക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ താമസിക്കാനൊക്കെ ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സമയം 1:47 നമ്മളൊരു 1:30 മണിയാകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടണമെന്ന് വിചാരിച്ചതായിരുന്നു. ഒരിച്ചിരി വൈകി. ഇനി തിരിച്ച് പട്ടായയിൽ പോയിട്ട് അപ്പുറത്ത് എത്തിയിട്ട് മെയിൻലാൻഡിൽ എത്തിയതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കേണ്ടത്. അപ്പോൾ ഒരിച്ചിരി ലഞ്ചിൻ്റെ ടൈം ലേറ്റ് ആവും. എന്തായാലും ഇനിയും നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ കടലിൽ കൂടി കുറച്ച് ദൂരം നടന്ന് പോയിട്ട് വേണ്ടി വരും ബോട്ടിൽ കയറാൻ. ബോട്ട് യാത്ര അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ. ബോട്ടിൻ്റെ ഏറ്റവും മുമ്പിലാണ് ഞാൻ ഇപ്രാവശ്യം പോയിരുന്നത്. ഏറ്റവും മുമ്പിൽ പോയിരിക്കുമ്പോൾ ഇത് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഞാൻ സ്പീഡ് നോക്കിയപ്പോൾ കിലോമീറ്ററിൽ പറയുമ്പോൾ ഏകദേശം 45 എങ്ങാണ്ട് കിലോമീറ്റർ പോകുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൽ കൂടി പോകുന്ന വെസൽസൊക്കെ ചെറിയ സ്പീഡിലാണല്ലോ പോവുക. അത് നോട്ടിക്കലുമല്ല പറയാം. ഞാൻ ജസ്റ്റ് കിലോമീറ്ററിൽ സെർച്ച് ചെയ്യുമ്പോൾ 45 കിലോമീറ്റർ സ്പീഡിലാണ് ഒരു ആപ്പ് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ ബോട്ട് ഓടുന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്പീഡാണത്. അപ്പോൾ മുമ്പിലിരിക്കുമ്പോൾ നല്ല ചാട്ടമായിരിക്കും. ചാടിയിട്ടുള്ളൊരു ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് ഇതാ നമ്മളിപ്പോൾ പട്ടായ സിറ്റിയിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. നല്ല വിശക്കുണ്ട്. ഇപ്പോൾ 2:20 സമയം. ഇനി ആദ്യത്തെ പരിപാടി ലഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഐറ്റിനറിയിൽ വേറെ എന്തൊക്കെ പരിപാടികളുണ്ട് നമുക്ക് അതൊക്കെ വഴിയെ കാണാം. ഇവിടെ കണ്ടോ സ്ട്രീറ്റിൽ എന്തോ വിൽക്കാൻ വെച്ചതുപോലെ വെച്ചിട്ടുണ്ടോ? ഇതെന്തോ സംഭവം എന്നറിയോ? ഇവിടെ ഞാനിത് കുറേ ശ്രദ്ധിക്കുന്നു. പല സ്ഥലങ്ങളിലും ഇവർ വെറുതെ നമ്മുടെ ഫോട്ടോ എടുക്കും. മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഈ പരിപാടി ഉണ്ട്. ഫോട്ടോ എടുക്കും, എന്നിട്ട് തിരിച്ച് വരുമ്പോൾ അവർ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരും. നമുക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓൾറെഡി ഇത് പ്രിന്റ് ചെയ്ത് ഫ്രെയിമൊക്കെ ചെയ്ത പോലത്തെ ഇവര് ഇത് പ്രിന്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെയൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിക്കുക. നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഇത് വാങ്ങിയില്ലെങ്കിൽ ഇത് അവർക്ക് വേസ്റ്റ് അല്ലേ? ഫുൾ സെറ്റാക്കി വെച്ചിക്കുക. നമുക്ക് നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ വാങ്ങാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാവും. ഞാൻ എവിടെയാണ് പാരാസൈലിങ്ങിന് പോയപ്പോൾ ആ റെഡിയായി നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരില്ലേ അത് ഫോട്ടോ റെഡിയാക്കി വെച്ചേക്കാണ് പ്രിന്റ് ചെയ്തിട്ട്. കണ്ടോ ഇങ്ങനെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്. പട്ടായ സിറ്റിയിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കൊള്ളാം. ഇതൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വാങ്ങുമല്ലോ. അപ്പോൾ മിക്കവാറും ആൾക്കാർ വാങ്ങുന്നുണ്ട്. പക്ഷേ കുറേ പേരൊന്നും വാങ്ങൂല. അത് അവർക്ക് നഷ്ടം വരും. പക്ഷേ അത് അവർക്ക് കുഴപ്പമുണ്ടാവില്ല. ചെറിയ എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും 100 ബാത്താണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. 2 ഫോട്ടോ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് ബസ്സിലേക്ക് എത്തി. നല്ല സുഖമുണ്ട്. ഇവിടെ വന്നിട്ട് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു കേട്ടോ. ലേശ അല്ലേ? നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു പോകും. ഇവിടെ ജസ്റ്റ് വാക്കുകൾ മാത്രം മതി അല്ലേ? വി ഗോ ലഞ്ച് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മോശമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ അറിയുമെങ്കിൽ അങ്ങനെയെങ്കിലും സംസാരിക്കണം. അപ്പോഴേ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞാലേ പോകാൻ പറ്റൂ എന്നുള്ള സ്ഥലങ്ങളിലൂടെ പോകാതിരുന്ന എങ്ങനെ ഉണ്ടാവും? എനിക്ക് അറിയുന്നത് പോലെ സംസാരിക്കുക, അതിന് മടി കൂടാതെ സംസാരിക്കുക, അത്രേ ഉള്ളൂ. ശരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അത്രയൊക്കെ മതി. നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡായി ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ വി ഗോ ലഞ്ച്, നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു, അത്രയല്ലേ കാര്യമുള്ളൂ. കാര്യം എനിക്ക് മനസ്സിലാവും, എന്താ കുഴപ്പം? അപ്പോൾ വി ഗോ ലഞ്ച്. വാക്ക് കൊണ്ട് മുട്ടണ് കേട്ട് തുള്ളിയാമിന്നുള്ളിലു നിന്ന് നീയം കടല് പ്രിയനേ നീയം കടല്. Right now, go to visit Big Buddha. Big Buddha, if you need to lucky for your family, you talk with Buddha first. No sleeping. Sleeping India. നമ്മൾ കേട്ടിട്ട് പേര് വാട്ടുന്ന കേട്ടോ. പുള്ളിയുടെ സ്ഥിരം ഡയലോഗാണ്. വണ്ടിയിൽ ആരെങ്കിലുമൊക്കെ ഉറങ്ങുമ്പോൾ പറയും നോ സ്ലീപ്പിംഗ്, സ്ലീപ്പിംഗ് ഇന്ത്യ, തായ്ലൻഡ് ഫോർ ലുക്കിംഗ്. ഇവിടുന്ന് കാഴ്ചകൾ കാണാനാണ്. ഉറക്കം ഒക്കെ ഇന്ത്യയിൽ പോയിട്ട് മതി എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്.
എന്തായാലും നമ്മൾ നമ്മുടെ ഐലൻഡ് വിസിറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചു കേട്ടോ. അതിനുശേഷം വീണ്ടും ബസ്സിൽ കയറിയിട്ട് കുറച്ച് ദൂരം വന്നു കേട്ടോ. ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബുദ്ധ ഹില്ലാണ് കേട്ടോ. ആക്ച്വലി ആ ഹില്ലിൻ്റെ മുകളിൽ കയറിയപ്പോൾ നമ്മൾ ഇതൊരു വലിയ ബുദ്ധ സ്റ്റാച്ചു ആണ് കേട്ടോ. അതായത് ഏകദേശം 18.5 മീറ്റർ ഹൈറ്റുള്ള ഒരു ഇരിക്കുന്ന ബുദ്ധ സ്റ്റാച്ചു ആണ്. നമ്മൾ മുമ്പ് ഭൂട്ടാനിൽ പോയ സമയത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഒരു പോസ്റ്ററിലുള്ള ബുദ്ധ സ്റ്റാച്ചു കണ്ടിട്ടുള്ളത്. അത് ഏകദേശം 50 മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്ചു. ഇത് 18.5 മീറ്ററാണ് ഹൈറ്റ്. കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുക. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ കുറേ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കടകളിലൊക്കെ ഇടയ്ക്ക് ചില കടകളിലൊക്കെ ഇങ്ങനെ ചെറിയ ബുദ്ധ സ്റ്റാച്യൂസും അതുപോലെ ബെല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു വലിയ, അതായത് കുറേ ഷ്രൈൻസും ടെമ്പിൾസും ഇങ്ങനത്തെ സ്റ്റാച്യൂസും ചെറിയ സ്റ്റാച്യൂസും പിന്നെ ഓരോരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആളുകൾ ബെല്ലടിക്കൂലേ, അതിനുള്ള ബെല്ലുകൾ, അതൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന വലിയൊരു ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉള്ളത്. നമ്മളപ്പോൾ ഈ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇവിടെ കണ്ടോ, ഈ ഗേറ്റിൻ്റെ 2 വശങ്ങളിലും 7 വീതം പാമ്പുകൾ ഇങ്ങനെ വായ തുറന്ന് നിൽക്കുന്ന ഈ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ആ പാമ്പിൻ്റെ ഉടലാണ് പുറകിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ ഇരുവശങ്ങളിലും ഈ കാണുന്നത് കണ്ടോ. ഗോൾഡൻ കളറിലുള്ള വലിയ പാമ്പ് 2 വശങ്ങളിലും കണ്ടോ. അങ്ങനെ ഇത് ചെറിയ സ്റ്റെപ്പ് കേട്ടോ. സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞു സ്റ്റെപ്പ്, ജസ്റ്റ് 2 ഇഞ്ച് പോലും ഹൈറ്റില്ലാത്ത സ്റ്റെപ്പുകളാണ്. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് സ്റ്റെപ്പ് വലുതായിട്ടുണ്ട്. ഇല്ല, എന്നാലും ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ നടന്ന് പോകുന്നത് പോലെ കയറാൻ പറ്റിയ സിമ്പിൾ സ്റ്റെപ്പാണ്. ഇങ്ങനെയുള്ള ഈ 93 സ്റ്റെപ്സ് കയറുമ്പോൾ നമ്മൾ ബിഗ് ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തും. നമ്മളങ്ങനെ ആ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് ഇപ്പോൾ ഈ മുകളിലുള്ള ഈ ഒരു സ്ഥലത്തെത്തിട്ടോ. ഇവിടെ നമുക്കിതാ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ബുദ്ധ സ്റ്റാച്ചു ഇരിക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞു 18.5 മീറ്റർ അതിൻ്റെ ഹൈറ്റ്. ഇവിടെ കണ്ടോ, സാധാരണ രീതിയിൽ നമ്മൾ ടെമ്പിളൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിലൊരു ഭണ്ഡാരം ഒക്കെ ഉണ്ടാവില്ലേ, പൈസ ഇടാനില്ലേ, അങ്ങനെ സംഭവമുണ്ട്. അതല്ലാതെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സംഭവം കാണാം. പൈസ മരങ്ങളാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കറൻസിയാണ്. തായ് ബാത്താണ് ഏറ്റവും കൂടുതൽ. വേറെയും പല രാജ്യങ്ങളുടെയും കറൻസി ഇതിനകത്ത് ഇങ്ങനെ ആളുകൾ കുത്തി വെച്ചതാണ്. കണ്ടോ, നമ്മുടെ വേലൊക്കെ അല്ലേ, വേലിൻ്റെ ഷേപ്പിലുള്ളൊരു സംഭവമുണ്ട്. അതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ കറൻസി വെച്ചിട്ട് ഇതിൽ കുത്തി വെക്കാം. അതായത് ഗുഡ് ലക്കിന് വേണ്ടിയിട്ട്, ജീവിതത്തിൽ ഭാവിയിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബുദ്ധിസ്റ്റ് വിശ്വാസപ്രകാരം ഇവർ ചെയ്യുന്നതാണ്. ഇത് വെറുതെ ചെയ്യല്ല ചെയ്യേണ്ടത്. കണ്ടോ, ഈ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. നമ്മളിത് എവിടെ വെക്കണം എന്നതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ ജനിച്ച വർഷം ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആ വർഷം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 1990 ആണെങ്കിൽ ഹോഴ്സാണ്. ഹോഴ്സ് ഇവിടെ കണ്ടോ, ഇത് ബോറാണ്, ഇത് ഡോഗാണ്, ഇത് റോസ്റ്ററാണ്, മങ്കി, ഗോട്ട്, അങ്ങനെ ഹോഴ്സിനെ കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടോ, ഇതാണ് ഹോഴ്സ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ കറൻസി ഇങ്ങനെ കുത്തി വെക്കേണ്ടത്. കണ്ടോ, അപ്പോൾ അങ്ങനെ ഇന്ന് വിസിറ്റ് ചെയ്ത ആളുകൾ കുത്തി വെച്ചതായിരിക്കും ചിലപ്പോൾ ഈ കാണുന്നതൊക്കെ. അടുത്ത ദിവസത്തേക്ക് ഇത് മാറ്റുന്നുണ്ടായിരിക്കും. എന്തായാലും ഇവിടെ ഈ കോമ്പൗണ്ട് ചുറ്റുഭാഗത്തായിട്ടും പല പോസ്റ്റേഴ്സിലായിട്ട് ഇരിക്കുന്നതും നിൽക്കുന്നതും തപസ് അനുഷ്ഠിക്കുന്നത് പോലെയൊക്കെ ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്യൂസ് വേറെയും കുറേ ഉണ്ട് കേട്ടോ. സെൻട്രലിലും കുറേ ഉണ്ട് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്ചു. ഇത് നിൽക്കുന്ന ഈ പ്രോവിൻസിലെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്ചു ആണ് കേട്ടോ. നമുക്കറിയാം, തായ്ലാൻഡിൽ 92% മുകളിലും തായ് ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആളുകളാണ്. 5%, 5% മുസ്ലിംസാണ്, 1.2% ക്രിസ്ത്യൻസും, ബാക്കി 0.1% എങ്ങാണ്ടാണ് ബാക്കിയുള്ള എല്ലാ മതവിശ്വാസികളും കൂടിയിട്ട് ഉള്ളത് കേട്ടോ. ഇത് ഈ സ്റ്റാച്ചുവിൻ്റെ പുറകു വശമാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 സ്റ്റാച്ചുവിൻ്റെ മുമ്പിലായിട്ട് ഇപ്പോൾ കണ്ടോ, ഒരു ലേഡി ഒരു ഡ്രിങ്ക് എന്തോ ആണ്, അത് കുറേ അവർ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ അതിൻ്റെ ക്യാപ്പ് പൊട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ സൂക്ഷിച്ചതിന് ശേഷം അവരതെടുത്ത് കുടിക്കുന്ന പരിപാടി നമ്മൾ വേറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതും ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. കണ്ടോ, വേറെ ആളുകൾ ഇതാ കൊണ്ടുവച്ചൊക്കെ കണ്ടോ. ആ സ്റ്റാച്ചുവിൻ്റെ ശരീരത്തിൽ മൊത്തത്തിൽ കുറേ റിബൺസൊക്കെ കെട്ടിയതൊക്കെ കണ്ടോ. ഇതൊക്കെ അങ്ങനെയുള്ള ഓരോ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ കണ്ടോ, ഒരു ബുദ്ധ സ്റ്റാച്ചു നമ്മുടെ അനന്തശയനത്തിൻ്റെ രീതിയിലാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. പല രീതിയിലും നമ്മൾ ബുദ്ധ സ്റ്റാച്ചു കാണാറുണ്ട്. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ഇതിൻ്റെ വയറിലൊരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ കോയിൻസ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് അങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് ആ ഹോളിൽ കൂടി എറിയണം. ഇവിടെ വേറെ സ്റ്റാച്ചു ഉണ്ടോ,
മെലിഞ്ഞിട്ട് എല്ല് കാണുന്ന രീതിയിലുള്ള സ്റ്റാച്ചു കേട്ടോ. ഏറ്റവും ബാക്കിലായിട്ട് എന്താ സംഭവം, ഒരു കിണർ പോലെ എന്തോ സംഭവം. കുറേ ആൾക്കാർ അതിനകത്തേക്ക് എത്തി നോക്കുന്നൊക്കെ ഉണ്ട്. കിണറല്ലല്ലോ, എന്താ സംഭവം? ഓ, ഇതൊരു കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. അതിനകത്ത് കോയിൻസ് ഇങ്ങനെ നിവർത്തി നിർത്തണം. അതാണ് ഇവിടുത്തെ ടാസ്ക്. കണ്ടോ, കുറേ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, കോയിൻ ഇങ്ങനെ നിർത്താൻ വേണ്ടി നടക്കുന്നില്ല. ഇദ്ദേഹം സക്സസ് ആയി. ഇതൊക്കെ ആളുകൾ നിർത്തിയതാണ് കേട്ടോ. സൂപ്പർ. പട്ടായ സിറ്റിക്കകത്തുള്ള പ്രതുംനാഗ് ഹിൽ എന്ന് പറയുന്ന ചെറിയ ഹില്ലിന്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഈ ഒരു ബിഗ് ബുദ്ധ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് സിറ്റിയുടെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സിറ്റിയുടെ കുറേ ഭാഗങ്ങൾ കാണാം കേട്ടോ. അവിടെ വലിയൊരു ടവർ എന്തോ ഉണ്ട്. കണ്ടോ, അങ്ങോട്ട് പിന്നെ കടലാണ്. വാട്ട് ഫ്രൈ യായ് എന്നാണ് കേട്ടോ ശരിക്കും ഈ ഒരു കോംപ്ലക്സിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ സ്റ്റാച്യൂസും ഷ്രൈൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന വാട്ട് ഫ്രൈ യായ് എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സിൻ്റെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വലിയ സ്റ്റാച്ചു. പക്ഷേ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. പട്ടായ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെയും കൂടി വന്നിട്ടാണ് പോവുക. നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റാച്ചുവിനെ അങ്ങോട്ട് ചുറ്റി ഈ സൈഡിൽ കൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ. എവിടെയുണ്ട് വേറെ ഒരു സാധനം കേട്ടോ, ഇങ്ങനെ ഈ ഇലയുടെ ഷേപ്പിലുള്ളൊരു സംഗതി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് വെക്കുന്നതാണ്. ഇവിടെയൊക്കെ ചെറിയ സ്റ്റാച്യൂസ് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളത്തിൽ ഇരിക്കുന്ന ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. ആ കുളത്തിൽ ഇങ്ങനെ നിറയെ ഈ ലാമ്പുകളുണ്ട് കേട്ടോ. അത് കുറേ എണ്ണം കെട്ട് കിടക്കുകയാണ്, ചിലതൊക്കെ കത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സ്റ്റാച്യൂസ്, ചെറിയ സ്റ്റാച്യൂസൊക്കെ വിൽക്കുന്ന കടകളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മൾ വന്ന് കയറുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പിൽ ഒരു വലിയൊരു വീപ്പയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വരുന്ന ആളുകൾ, ഇതൊരു ചടങ്ങായിരിക്കും, വിശ്വാസികൾ ചെയ്യുന്ന ചടങ്ങായിരിക്കും. ഒരു ചെറിയൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് എൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബുദ്ധ സ്റ്റാച്ചുവിനെ കുളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. കണ്ടോ, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഐറ്റിനറി ഇതോടെ അവസാനിക്കുകയാണ് എന്നാണ്. തായ്ലൻഡിലേക്ക് പോവുക അല്ലെങ്കിൽ പട്ടായയിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഒരു മോശം കാര്യമായിട്ടാണ് മിക്കവാറും ആൾക്കാർ പറയാം. അതായത് സെക്സ് ടൂറിസം ഭയങ്കരമായിട്ട് ലീഗലി നടക്കുന്നത് പോലെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പട്ടായയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരുപാട് അട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പട്ടായ. വെറും സെക്സ് ടൂറിസം മാത്രമൊന്നുമല്ല. ഇവിടെയും കണ്ടോ, നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെ ഇവർ പ്രിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെ നല്ല അടിപൊളി ഫ്രെയിംസാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ആളുകൾ വന്ന് കണ്ടിട്ട് അവർ വാങ്ങിയാൽ മാത്രമേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയിരിക്കും. ഈ ഫോട്ടോ മാത്രമേ വേസ്റ്റ് ആവുള്ളൂ, ആ ഫ്രെയിം അവർ വീണ്ടും യൂസ് ചെയ്യും. എനിക്കെന്തായാലും ഞാൻ പാരാസൈലിങ്ങിൽ അതിനകത്ത് തൂങ്ങി നിന്നുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആണ്. ഇതെന്ത് സംഭവം, കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ പട്ടിക്കുട്ടികൾ. അങ്ങനെ ബുദ്ധ സ്റ്റാച്ചു കണ്ടതിന് ശേഷം വീണ്ടും ബസ്സിൽ കയറിയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു പാക്കേജിലുള്ള ഗസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു കേട്ടോ. ഇതാണ് സിട്രസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടൽ കേട്ടോ. ഇത് സാധാരണ പോലെ ഒരു ബിൽഡിംഗ് അല്ല ഈ ഹോട്ടൽ, കുറേ ടവേഴ്സാണ്. കണ്ടോ, ഈ കാണുന്നതെല്ലാം ഈ ഒരു ഒറ്റ ഹോട്ടലിൻ്റെ ടവേഴ്സ് തന്നെയാണ് കേട്ടോ. ബിൽഡിംഗ് നമ്പർ 1, 2 അങ്ങനെ 8 വരെ എങ്ങാണ്ടുണ്ട്. ഈ ഹോട്ടലിലാണ് ഇപ്പോഴത്തെ ഈ പാക്കേജിൽ വന്നിട്ടുള്ള ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നത്. എപ്പോഴും ഓരോ ഹോട്ടലിനാവണമെന്നില്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഈ 2 നിരയായിട്ടാണ് ബിൽഡിങ്സ്. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നീളത്തിൽ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ക്ഷീണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോറൽ ഐലൻഡിൽ നല്ല വെയിലായിരുന്നല്ലോ. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാലോ. പിന്നെ ഓരോ സീസണിലും പോലെ ഇരിക്കും. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്കേജിലുള്ള ഇന്നത്തെ ഐറ്റിനറിയിലുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്കൊക്കെ പോയി. ഞാൻ സാധാരണ ഇങ്ങനെ പാക്കേജിൻ്റെ കൂടെ ഒരിക്കലും ട്രാവൽ ചെയ്യാത്ത ആളാണ്. ഒരു കറക്റ്റ് ടൈം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക എനിക്കങ്ങനെ ശരിയാവുകയില്ല. പക്ഷേ ഇങ്ങനൊരു പാക്കേജിൽ പോകുമ്പോൾ എവിടെയൊക്കെയാണ് എത്തുന്നത്, എന്തൊക്കെയാണ് കാണുന്നത് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം തായ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് ഇതിൻ്റെ കുറേ വീഡിയോസ് കണ്ടതായിരിക്കും. പക്ഷെ നമ്മളെ ചാനലിൽ തായ്ലൻഡിൻ്റെ വീഡിയോസ് ഇല്ല. അപ്പോൾ അതൊന്നും ഇരിക്കട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാക്കേജിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഇവരുടെയൊക്കെ പാക്കേജ് ബുക്ക് ചെയ്യാം കേട്ടോ. നല്ല സർവീസൊക്കെയാണ്. ഞാൻ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ താഴത്ത് വയ്ക്കാം.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അതല്ലാത്ത ടൂറിസ്റ്റ് സ്പോട്ടുകളിലേതല്ലാത്ത കുറേ കാഴ്ചകളിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ കാത്തിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാക്കേജിൽ ഇനി എനിക്ക് തോന്നുന്നത് 3 പകലും കൂടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നാളത്തെ ആക്ടിവിറ്റീസിൽ വീണ്ടും കാണാം. ബൈ.